സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ പ്രതിഷേധം അറിയിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ ഒഴിവാക്കാനല്ല, ഉൾപ്പെടുത്താനാണ് ശ്രമമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഷെഡ്യൂൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. പിന്നാലെ SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. ഇതിനു പിന്നാലെയാണ് ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പൂർണ്ണ പിന്തുണ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിക്കും. രേഖകളില്ലാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കാൻ സഹായിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ എല്ലാ പാർട്ടി ആൾക്കാരോട് നമ്മൾ പറയാൻ പോകുന്നത്. അവരുടെ കയ്യിലെ രേഖകളില്ല, നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വരുവാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് രേഖ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടി നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. ആദ്യഘട്ട യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ SIR നടപടികൾ സംസ്ഥാനത്ത് നീട്ടിവെക്കണമെന്നും റേഷൻ കാർഡ് തിരിച്ചറിയൽ രേഖയാക്കാൻ അനുവദിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം തള്ളിയതോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം അറിയിക്കുന്നത്. ഇന്നലെ ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. നവംബർ 4-നാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. മീഡിയ വൺ, തിരുവനന്തപുരം.